ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു നൈറ്റി മെറ്റീരിയൽ ഇതേപോലെ നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് നല്ല വശമാണ്. ഇനി ഇത് ഞാൻ തിരിച്ച് ഉൾഭാഗത്തേക്കായിട്ടാണ് നാലായിട്ട് മടക്കിയെടുക്കാൻ പോകുന്നത്. സാധാരണ അളവുകളൊക്കെ ഉൾവശത്താണല്ലോ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെയാണ് മടക്കിയെടുക്കുന്നത്. ഇതേപോലെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ ഭാഗവും നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഫോൾഡഡ് സൈഡുമാണ്. ഇനി ഈ ഒരു നൈറ്റിക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 54 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു നൈറ്റി ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 56 ഇഞ്ചിലാണ് ഈ ഒരു നൈറ്റി ഞാനിവിടെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു നൈറ്റി മെറ്റീരിയലിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ നൈറ്റി മെറ്റീരിയൽ വീതി കുറവായിരിക്കും. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാനുള്ള വേറൊരു പീസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഓപ്പൺ സൈഡിൽ നിന്ന് ആ ഒരു ഫോൾഡഡ് മുകൾ ഭാഗത്ത് നിന്നാണ് നമ്മൾ സാധാരണ സ്ലീവ്സ് കട്ട് ചെയ്യാറ്. ഇതിൽ കുറച്ചുകൂടി വീതിയുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം വരുന്ന പീസിൽ നിന്ന് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലെങ്ത് അനുസരിച്ചിട്ട് ഈ ഒരു പീസും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഫസ്റ്റ് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ ഇവിടെ 15 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഇവിടെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. അവിടെ സീം അലവൻസ് 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത് 14 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം 21 ഇഞ്ചിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റും ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് വേസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ലെങ്ത് വരച്ചിരിക്കുന്ന മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് താഴോട്ടേക്കായിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ കർവ് വെച്ചിട്ട് ഇതേപോലെ നീറ്റായിട്ട് വരച്ചെടുക്കുക ആം ഹോൾ കർവ്. അതിനുശേഷം നമ്മുടെ ഹിപ്പ് റൗണ്ടിൽ നിന്നും താഴോട്ടേക്ക് നൈറ്റിക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് മാക്സിമം വിഡ്ത്തിൽ തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ മാക്സിമം വിഡ്ത്തിൽ തന്നെ ചരിച്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ബാക്ക് വശത്തെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുത്തിട്ട് അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് വരച്ചു കൊടുക്കുന്നത്. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് തുണി രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പീസിൽ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉൾഭാഗത്തേക്കായിട്ട് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ തുണിയുടെ വീതിക്കനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം വിട്ട് കൊടുക്കണം. അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുത്ത ശേഷം ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസിൻ്റെ ഫോൾഡഡ് സൈഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് ഭാഗത്തെ അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉള്ളോട്ടേക്ക് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്ക് ഞാനിവിടെ ഒരു 2.25 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2 ഇഞ്ച് നെക്ക് കഴിഞ്ഞ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഉള്ളോട്ടേക്കായിട്ട് ആദ്യം തന്നെ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ ആം ഹോൾ കർവ് വരച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യോക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ 10.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. പിന്നെ നെക്ക് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് 2 ഇഞ്ച് നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും താഴോട്ടേക്ക് ഈ 10.5 ഇഞ്ചിലേക്ക്
ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക. അത് നമ്മുടെ യോക്ക് പീസ്, അത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു ബോക്സായിട്ട് വരച്ചെടുക്കുക. അതിന് അകത്ത് ഒരു കേർവ്ഡ് വി ഷേപ്പിലാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നെക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തെ യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു യോക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ഭാഗത്ത് ഇതേപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം. ഇനി ഷോൾഡറും ആം ഹോൾ കേർവും സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു യോക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസിനകത്തേക്ക് ഈ എക്സ്ട്രാ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം പ്ലീറ്റ്സ് ഇട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പീസിനേക്കാളും 1/2 ഇഞ്ച് താഴെയും സൈഡുകളിലും സിം എലമെൻറ്റ്സ് ഇട്ടിട്ട് വേറൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ പീസ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻറ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു കളറിലുള്ള പ്ലെയിൻ പീസ് വെച്ചിട്ടായാലും ആ ഒരു യോക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബാക്ക് പീസിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള സൈഡ് പീസ് വെച്ചിട്ടാണ് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ എനിക്ക് 7.5 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു സ്ലീവിന് വേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 8 ഇഞ്ചിൽ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അവിടെ നിന്ന് താഴോട്ടേക്ക് ക്യാപ്പ് ഹൈറ്റ് ഒരു 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. ഇവിടെ എനിക്ക് സ്ലീവ്സ് റൗണ്ട് താഴെ ഭാഗത്ത് 6 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് 7 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെയും 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ നിന്നും ഒരു നൂല് മാത്രം വലിച്ചെടുത്തിട്ടാണ് പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു യോക്ക് പീസിൻ്റെ ആ ഒരു ഭാഗം നമുക്കിവിടെ വെച്ച് കൊടുക്കണം. അപ്പം ഒന്നുകിൽ ഇതേ പ്രിൻ്റുള്ള പീസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തുണിയിൽ വരുന്ന ഏതെങ്കിലും ഒരു കളറിലുള്ള പ്ലെയിൻ പീസ് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേ തുണിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ട് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതലിട്ടിട്ട് വേറൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു പീസാണ് ഈ ഒരു നൈറ്റിയിൽ നിന്നും ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു യോക്ക് പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പീസും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും ഒന്ന് സെൻട്രൽ വഴി ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സൈഡിലായിട്ട് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. താഴെ ഭാഗത്തും അതേപോലെ തന്നെ. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു യോക്ക് പീസിൻ്റെ അടിവശത്തായിട്ട് പേപ്പർ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറിലുള്ള ലൈനിങ് ഈ ഒരു യോക്ക് പീസിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ആ ഒരു ലൈനിങ്ങിലാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്.
ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴെ ഭാഗത്തും ഇതേപോലെ 2.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുകയാണ്. ഇവിടെ ഞാനൊരു കേർവ്ഡ് വി ഷേപ്പാണ് കൊടുക്കുന്നത്. ഇതേപോലെ ലൈനിങ്ങിൽ വരച്ചെടുത്ത ശേഷം നമുക്ക് മെയിൻ തുണിയിൽ നല്ല വശത്ത് വെച്ചിട്ട് നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ലൈനിങ് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നെക്കിൻ്റെ ഭാഗം ഇതേവരെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു സെൻട്രൽ പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് വേണം ബാക്കി കട്ട് ചെയ്ത് കളയാൻ. ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ചുളിവുകളില്ലാണ്ട് കിട്ടും. ഈ ലൈനിങ് നമുക്ക് ഉൾവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലൈനിങ് ഇതേപോലെ ഉൾവശത്തേക്ക് തിരിച്ചിട്ട ശേഷം നല്ല വശത്ത് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറിലുള്ള ലേസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു യോക്ക് പീസിൻ്റെ അടിവശവും നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ട് പ്ലീറ്റ്സ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഭാഗവും അളവ് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഈ ഒരു 2 സൈഡുമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ഒരു യോക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്കൊരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു പ്ലീറ്റ്സ് വരുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് സൂചി കുത്തി നിർത്താം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അടിവശമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അടിവശം നമ്മൾ ഇതേപോലെ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ 2 കോർണറിലായിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു ചുളിവുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോർണറിലും ഇതേപോലെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതായത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഒരു കോർണറിൽ നിന്ന് താഴോട്ടേക്കും ഈ ഒരു സൈഡിൽ നിന്ന് താഴോട്ടേക്കും ആ ഒരു പ്ലീറ്റ്സ് ഇട്ട ഭാഗത്തിൻ്റെ 2 അരികെ വശത്തേക്കും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു.
ഇനി നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് വരുന്ന ഭാഗത്തും 2 സൈഡിലായിട്ടും ഇതേപോലെ ഒരു ബ്ലാക്ക് ലേസ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലേസ് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് ഇതേപോലെ പുറത്തേക്ക് നീക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. താഴത്തെ പ്ലീറ്റ്സ് വെച്ച ഭാഗത്ത് ലേസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് മുകളിലോട്ടാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ലേസ് യോക്ക് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസ് റെഡിയാക്കി എടുക്കണം. ബാക്ക് ഭാഗത്തെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്രോസ് പീസിന് നല്ല വശവും ഈ ഒരു ബാക്ക് പീസിന് നല്ല വശവും തമ്മിൽ ചേർന്ന് വരുന്നതൊക്കെ രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്തെ നെക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഒരു പ്രാവശ്യം കൂടി ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അരികുവശത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 2 സ്ലീവ്സും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ സെൻട്രൽ ഭാഗവും സ്ലീവ്സിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗവും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം സൈഡ് ഭാഗം അളവ് നോക്കി കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അടിവശം ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ പ്ലീറ്റിട്ട് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വണ്ണമുള്ളവർക്കാണെങ്കിലും സ്ലിമ്മായിട്ട് തോന്നിക്കും. ഈ ഒരു നൈറ്റി കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.